ഹായ്, എൻ്റെ പേര് വിനീത അഭിലാഷ്. ഞങ്ങൾ കൊല്ലത്താണ് താമസിക്കുന്നത്. എൻ്റെ 2 മക്കളും ടൈപ്പ് 1 ഡയബറ്റിക്കാണ്. മൂത്ത ആൾക്ക് 12 വയസ്സും ഇളയ ആൾക്ക് 6 വയസ്സാണുള്ളത്. ഇവർക്ക് ടൈപ്പ് 1 ഡയബറ്റിക് ആയതിനു ശേഷം ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഫുഡ് കൊടുത്തിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് മിക്കപ്പോഴും എനിക്ക് സാധിക്കാറില്ലായിരുന്നു. പല പല ഫുഡുകളൊക്കെ നമ്മൾ മാറി മാറി ഉപയോഗിച്ചെങ്കിലും അതിൽ വലിയ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അപ്പോഴാണ് മണപ്പുറം ഫൗണ്ടേഷനിൽ മില്ലറ്റിൻ്റെ കിറ്റ് ലിസ്റ്റിൽ അംഗമാകുന്നത്. അതിനുശേഷം ഞാൻ അവർക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കൊടുത്തു തുടങ്ങി. ആദ്യമൊന്നും അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആകെ മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റ് മാത്രമായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പയ്യെ അവരെ കൊണ്ട് അതെങ്ങനെ കഴിപ്പിക്കാം എന്നുള്ള ചിന്തയായി. അതിനുശേഷം ഞാൻ യൂട്യൂബ് കണ്ട് പല പല വെറൈറ്റികൾ ഉണ്ടാക്കി കൊടുത്തു തുടങ്ങി. ഇത് കഴിച്ചതിന് ശേഷം അവർക്ക് ഷുഗർ ലെവൽ നല്ലപോലെ കൺട്രോൾ ആവുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന മില്ലറ്റിൻ്റെ വിഭവങ്ങൾ അവർ തന്നെ പറയുന്നതായിരിക്കും. സ്മൂത്തിയും ഉപ്പുമാവും റാഗി കുറുക്കുമാണ് എനിക്കിഷ്ടം. മോക്ക് എന്താ ഇഷ്ടം? എനിക്ക് പുട്ടും പിന്നെ കുറുക്കും ഇഷ്ടം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ കൂടുതൽ കൊടുക്കാറുള്ളത്. റാഗി കുറുക്ക് കൊടുക്കാറുണ്ട്, റാഗി ക്യാരറ്റ് പുട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരിത് കഴിക്കും. പിന്നീട് വൈകിട്ട് വരുമ്പോഴും ഞാൻ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് അവർക്ക് റാഗി കൊണ്ടുള്ള അല്ലെങ്കിൽ തിന സ്മൂത്തി അങ്ങനെ എന്തെങ്കിലും മില്ലറ്റ് കൊണ്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം നല്ലോണം കൺട്രോൾ ആവുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. പിന്നെ ഇത്രയും ഗുണവും എക്സ്പെൻസുമുള്ള മില്ലറ്റിൻ്റെ കിറ്റ് ഞങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന മണപ്പുറം ഫൗണ്ടേഷന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ മില്ലറ്റിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അത് നമുക്ക് കുതിർത്ത് കുറേ നേരം വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വേവുള്ള ഐറ്റംസാണ്. പക്ഷേ ഇത് ഓൾറെഡി കുതിർത്ത് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ എന്നെപ്പോലുള്ള ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാർക്ക് ഇതിൻ്റെ ഗുണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞങ്ങൾ ആറ്റിങ്ങൽ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എൻ്റെ മകൾക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ട് 7 വർഷമായി. അവൾ ഇൻസുലിൻ എടുക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ 10 വയസ്സാണ്. 6ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. മോളുടെ പേര് അനാമിക എന്നാണ്. ഞാൻ അവളെ കാണിച്ചു തരാം. എൻ്റെ പേര് അനാമിക. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് 7 വർഷമായി. ടൈപ്പ് 1 ഞാൻ മണപ്പുറം ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടുന്ന മില്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഷുഗർ നോർമൽ ആവുന്നുണ്ട്. മോക്ക് ടൈപ്പ് 1 വന്നതിന് ശേഷം നമുക്ക് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജന്നി പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഷുഗർ കൂടി കീറ്റോ അസിഡോസിസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ICUലൊക്കെ കിടന്നിട്ടുണ്ട്. മില്ലറ്റ്സ് കിട്ടിയതിന് ശേഷം നമ്മൾ മില്ലറ്റ്സ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഇൻസുലിൻ്റെ അളവ് കുറച്ച് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാസ്റ്റിംഗ് ഒക്കെ ഒരുപാട് നേരത്തെ കൂടിയിരുന്നു. ഇപ്പം കുറച്ച് അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇൻസുലിൻ കുറച്ചെടുത്താൽ മതിയെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത്. മോക്ക് ഞാൻ സ്മൂത്തി ആയിട്ടും ദോശ, ഇഡലി, ചപ്പാത്തി അങ്ങനെയൊക്കെ ആഡ് ചെയ്താണ് കൊടുക്കാറ് പതിവ്. പിന്നെ ഫ്ലേക്സ് അവൽ പോലെ നനച്ചൊക്കെ കൊടുക്കും. ആ മില്ലറ്റ്സ് നമുക്ക് കിട്ടുന്നതിന് നല്ല ക്വാളിറ്റി, നല്ല പാക്കിങ്ങിലായിട്ടൊക്കെയാണ് കിട്ടുന്നത്. നല്ല ഒരു ക്വാളിറ്റിയുള്ള ഫുഡ് ഐറ്റംസാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ടൈപ്പ് 1 കുട്ടികൾക്ക് ഈ ഒരു പ്രോജക്റ്റ് നല്ലതായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നമ്മുടെ മണപ്പുറം ഫൗണ്ടേഷന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ ഫേവറേറ്റ് ഫുഡ്സ് അവൾ പറയുന്നതാണ്. ദോശ, ഇഡലി, സ്മൂത്തി, റാഗി സ്മൂത്തി, പിന്നെ കോടാമില്ലറ്റ് ദോശ, റാഗി പുട്ട് അതെല്ലാം ഇഷ്ടമാണ്. മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഈ മില്ലറ്റ്സ് ഉപയോഗിക്കുന്നത്. ഡിന്നറിനും ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന മില്ലറ്റ് മോക്ക് തികയാറുണ്ട്. മോക്ക് വെയിറ്റും കൂടിയിട്ടുണ്ട് മില്ലറ്റ്സ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം. മില്ലറ്റ്സ് കഴിച്ചതിന് ശേഷം വേറെ അസുഖങ്ങൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല.